السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. صدق الله العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ, പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ 111-ാമത്തെ സൂക്തവും 5 ആയത്തും മക്കിയുമായ സൂറത്തുൽ മസദിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ അധ്യായം നമ്മോട് വിളിച്ചു പറയുന്നത്? ഈ അധ്യായം ഇറങ്ങാനുള്ള കാരണം എന്താണ്? എപ്പോഴാണ് ഈ അധ്യായം ഇറങ്ങിയത്? അതുപോലെ തന്നെ മുഫസ്സിരിങ്ങളായ പണ്ഡിതന്മാർ ഈ അധ്യായത്തെക്കുറിച്ച് എന്തെല്ലാം വിശദീകരിക്കുന്നുണ്ട് എന്ന് ചെറിയ രൂപത്തിൽ ചർച്ച ചെയ്യാം. ഈ അധ്യായം നമ്മോട് വിളിച്ചു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ച ഒരു മനുഷ്യന്റെ ദാരുണമായ അന്ത്യമാണ്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ പടച്ച റബ്ബ് നിർദ്ദേശം നൽകുകയാണ്. എന്താണ് നിർദ്ദേശം? വഅൻദിർ അശീറതകൽ അഖറബീൻ. നബിയെ, തങ്ങൾക്ക് ബോധ്യപ്പെട്ട ഈ സത്യത്തിലേക്ക് ആദ്യം വിളിക്കേണ്ടത് അങ്ങയുടെ കുടുംബത്തെയും ബന്ധത്തെയുമാണ്. അങ്ങനെ പടച്ച റബ്ബിന്റെ നിർദ്ദേശപ്രകാരം തന്റെ കുടുംബത്തിലും ബന്ധത്തിലുമുള്ള ഓരോ വ്യക്തിയെയും വേറിട്ട് ഹബീബായ തങ്ങള് സൊഫാ കുന്നിന്റെ താഴ്വരയിൽ ഒരുമിച്ച് കൂട്ടുകയാണ്. എന്നിട്ടോ ഹബീബായ തങ്ങള് സൊഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദ്യം? ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ കുന്നിന്റെ പിന്നിലൂടെ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് പറഞ്ഞ സമയത്ത് അവർ ഒന്നടങ്കം പറയുകയാണ്, അതെ, ഞങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് എന്താണ് തടസ്സം? കാരണം മാ ജറബ്നാ അലൈക കദിബൻ ഹത്തൽ യൗം, നീ ഇന്നേ ദിവസം വരെ ഒരു കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ആർക്കും പരിചയമില്ല. അൽ അമീൻ എന്ന് വിളിച്ച് നടക്കുന്ന ഞങ്ങൾക്ക് നീ പറയുന്നത് വിശ്വസിക്കുന്നതിന് എന്താണ് തടസ്സം? ഞങ്ങൾ വിശ്വസിക്കുമല്ലോ, ഞങ്ങൾ ജാഗ്രത പാലിക്കുമല്ലോ. ആ സമയത്ത് ഹബീബായ തങ്ങൾ വീണ്ടും അവരോട് പറയുന്നു, എന്നാൽ നിങ്ങൾ കേൾക്കണോ? എന്നാൽ നിങ്ങൾ അറിയണോ? നിങ്ങൾക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും അവിടെ കടുത്ത ശിക്ഷ ലഭിക്കാനുണ്ട് എന്നും നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ശിർക്കൻ നിലപാടിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അതായിരിക്കുമെന്നും, അതല്ല അതിൽ നിന്നും മാറി രക്ഷ ലഭിക്കാൻ ഒരുത്തനായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വരണമെന്നും, ഇങ്ങനെയൊക്കെയുള്ള തൗഹീദിന്റെ യുക്തിഭദ്രതയും ശിർക്കിന്റെ യുക്തിരാഹിത്യവും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾക്കെതിരെ ആദ്യം പ്രതികരിച്ചത് അവിടുത്തെ സ്വന്തം മൂത്താപ്പയായ അബൂലഹബായിരുന്നു. എന്താണ് അവിടുത്തെ പ്രതികരണം? തബ്ബല്ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, നിനക്ക് നാശം വരട്ടെ. അലി ഹാദാ ജമഅതനാ, ഇതിനാണോ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നേരം വെളുക്കുമ്പോ തന്നെ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് പ്രതികരിച്ച സമയത്താണ് സൂറത്തുൽ മസദ് ഇറങ്ങുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ 2 കൈകളും നശിക്കട്ടെ. വതബ് എന്നല്ല, അവൻ തന്നെ നശിക്കട്ടെ. മറ്റു മുഫസ്സിരീങ്ങളായ ആളുകൾ അർത്ഥം വെക്കുന്നു, അബൂലഹബിന്റെ 2 കൈകളും നശിച്ചിരിക്കുന്നു എന്നല്ല, വതബ് അവൻ തന്നെ നശിച്ചിരിക്കുന്നു.
നശിക്കാൻ പോകുന്നതിനെ നശിച്ചിരിക്കുന്നു എന്ന ഉറപ്പിന്റെ വാക്കുകൊണ്ട് പടച്ച റബ്ബ് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അബൂലഹബിന്റെ 2 കൈകളും നശിക്കട്ടെ എന്ന് പറയാനുള്ള കാരണം? ഇമാം റാസി തങ്ങള് തന്റെ ഫഖ്റുർ റാസിയിൽ പറയുന്നു, ഹബീബായ തങ്ങൾക്കെതിരെ പ്രതികരിച്ച സമയത്ത് അബൂലഹബ് ഹബീബായ തങ്ങളെ എറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ കല്ലെടുത്ത സമയത്താണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന ആയത്ത് ഇറങ്ങുന്നത്. ശേഷം പടച്ച റബ്ബ് പറയുന്നതെന്താ? മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. എന്റെ നാശം അവനിൽ വന്നിറങ്ങുമ്പോ അവന്റെ സമ്പത്തും അവൻ അധ്വാനിച്ചുണ്ടാക്കിയ മക്കളും അവന് ഉപകാരപ്പെടൂല. എന്തേ അങ്ങനെ പറയാൻ കാരണം? യഥാർത്ഥത്തിൽ അബൂലഹബ് ഹബീബായ തങ്ങൾ പറഞ്ഞതിനൊക്കെ എതിരാണെങ്കിലും അബൂലഹബിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു. എന്നിട്ട് ആളുകളോട് ഇങ്ങനെ പറയും, ഇനിയെങ്ങാനും മുഹമ്മദ് പറഞ്ഞതൊക്കെ നടക്കുമോ? മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞതും അവിടെ കടുത്ത ശിക്ഷ ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞതും സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് പറഞ്ഞതൊക്കെ നടക്കുമോ? ഇനിയെങ്ങാനും അങ്ങനെ നടന്നാൽ ഞാൻ എന്റെ സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും അവിടെ രക്ഷപ്പെടും എന്ന് അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ സമയത്താണ് പടച്ച റബ്ബ് മറുപടി നൽകുന്നത്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. എന്റെ നാശം അവനിൽ വന്നിറങ്ങുമ്പോ അവന്റെ സമ്പത്തും അവൻ അധ്വാനിച്ചുണ്ടാക്കിയ അവന്റെ മക്കളും അവൻ ഉപകാരപ്പെടൂല. ഇങ്ങനെ പടച്ച റബ്ബ് പ്രവചിച്ചിട്ട് എന്തുണ്ടായി മുഅ്മിനീങ്ങളെ? അബൂലഹബിന്റെ അവസാനം എടുത്തു നോക്കുമ്പോ, അന്ത്യം എടുത്തു നോക്കുമ്പോ അബൂലഹബിന് വല്ലാത്ത അസുഖം പിടികൂടുകയാണ്. എന്നിട്ടോ ആ അസുഖം മൂത്ത് ചീഞ്ഞ് നാറി പടച്ച റബ്ബ് പറഞ്ഞതുപോലെ തന്റെ കുടുംബങ്ങളും സമ്പത്തും ഉപകരിക്കാത്ത നിലയിൽ അബൂലഹബ് മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ചത്തുപോകേണ്ട അവസ്ഥയാണ് അബൂലഹബിന് വന്നത്. ഇത് രണ്ടും അബൂലഹബിന് ദുനിയാവിൽ കിട്ടിയ ശിക്ഷകളാണ്. ഇനി ആഖിറത്തിൽ എന്താ? സയസ്ലാ നാറൻ ദാത ലഹബ്. കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരത്തിൽ അവൻ കത്തി എരിയുക തന്നെ ചെയ്യും. അവൻ മാത്രമാണോ? അല്ല വംറഅതുഹു, അവന്റെ ഭാര്യയും കൂടെ നരകത്തിലാണ്. ഏതാണ് അവന്റെ ഭാര്യ? ഹമ്മാലത്തുൽ ഹതബ്. വിറകും ചുമന്ന് നടക്കുന്ന അവന്റെ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയും കൂടി അവന്റെ കൂടെ നരകത്തിലാണ്. എന്താണ് അവളുടെ പ്രത്യേകത? ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഈന്തപ്പന നാര് കൊണ്ടുണ്ടാക്കിയ ഒരു കയറ് അവളുടെ തോളത്തുണ്ടാകും. ആ ഭാര്യയും അവന്റെ കൂടെ നരകത്തിലാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? അബൂലഹബിന്റെ കൂടെ അബൂലഹബിന്റെ ഭാര്യയും കൂട്ടി പറയാനുള്ള കാരണം, യഥാർത്ഥത്തിൽ അബൂലഹബിന് പറ്റിയ ഭാര്യയായിരുന്നു അവിടുത്തെ ഭാര്യ. കാരണം എന്തെല്ലാം നിലക്ക് അബൂലഹബ് ഹബീബായ തങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ, എന്തെല്ലാം നിലക്ക് ഹബീബായ തങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ, അതിനൊക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയുണ്ടെങ്കിൽ അത് അബൂലഹബിന്റെ ഭാര്യയായ ഉമ്മു ജമീലാണ്. അതുകൊണ്ടാണ് അബൂലഹബിന്റെ ഭാര്യയും കൂടി നരകത്തിലാണ് എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഹബീബായ തങ്ങളെ തെറിവിളിച്ച് അവിടുത്തെ മനസ്സ് വേദനിപ്പിച്ച് അബൂലഹബുമാരിലും ഉമ്മു ജമീലുമാരിലും നാം ആരും പെട്ടുപോകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.